ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാധവ് സുരേഷിൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ച പോലെ ഉണ്ടെങ്കിൽ ഭയങ്കര കളക്ഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരൊരു പ്രസ് മീറ്റ് പോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ ഇത് നമുക്ക് പറയുന്നുണ്ട്, ഒരുപാട് പേര് ഞങ്ങളുടെ പടത്തിന് നെഗറ്റീവായിട്ടുള്ള മനഃപൂർവ്വം റിവ്യൂ കൊടുക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ യശ്വന്ത് കോക്കാണ്. അവനുണ്ടെങ്കിൽ ഇത് ഇത്രയും പൈസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഞങ്ങളുടെ പടത്തിനെതിരെ ഇത് എനിക്ക് മോശമുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ യശ്വന്ത് കോക്ക് ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ RI എന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ടുണ്ട്, അതിനുള്ള തെളിവ് അവൻ്റെ കയ്യിലുണ്ടോ? ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാക്കി പറയേണ്ട ആവശ്യമില്ല. കൊള്ളാത്ത പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ ആയിരിക്കും. ആൾക്കാരുണ്ടെങ്കിൽ കാണാനൊന്നും വരത്തില്ല. എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ എല്ലാം കുറ്റപ്പെടുത്തേണ്ട, നല്ല പടങ്ങളാണ് എടുക്കേണ്ടത്. ഇതേ കണക്ക് ഓരോരുത്തരുണ്ട്, എന്തെങ്കിലും ഒരു പടം എടുത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഉണ്ടെങ്കിൽ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ തലയെ കൊണ്ട് ഇടും. അതൊരു കറക്റ്റായുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നല്ല പടമാണെങ്കിൽ തീർച്ചയായിട്ടും ജയിച്ചിരിക്കുക. ഇഷ്ടംപോലെ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. നല്ലതാണെങ്കിൽ ആൾക്കാർ പോയി കാണും, അവരുടെ റിവ്യൂ പറയും. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് പോകുന്നത് തന്നെയായിരിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം തന്നെ എത്രയോ നല്ല പടങ്ങൾ ഇറങ്ങി ആൾക്കാർ നല്ല റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ലോണം ജയിച്ചിട്ടുമുണ്ട്. മനഃപൂർവ്വം ഇത് കണക്ക് ആൾക്കാർ എന്ത് പറഞ്ഞെന്ന് വെച്ചാലും ബാക്കിയുള്ളവർക്ക് അത് ബാധിക്കത്തില്ല. നല്ല പടമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ജയിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും.